ഹലോ എവ്രി വൺ, പൂജാസ് ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വോയിസ് ഓവർ ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കുറച്ച് പുതിയ അഡീനിയം വെറൈറ്റീസും ബോഗൻവില്ല വെറൈറ്റീസുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അഡീനിയത്തിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷനാണ്. ഏകദേശം 80-ലപ്പുറം വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഡബിൾ പെറ്റലാണ്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതിലെല്ലാം ഉപരി എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിരുന്ന വെറൈറ്റീസിൻ്റെ കൂടെ തന്നെ അത്രയും തന്നെ അധികം വെറൈറ്റീസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്ത ടൈപ്പ് വെറൈറ്റീസ് പോലും ഇതിലുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ആയാലും ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം. അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല വെറൈറ്റീസ് ഓഫ് അഡീനിയംസ് എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡീനിയത്തിൻ്റെ ഫോട്ടോ ഏതാണോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ആൻഡ് അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്കൊന്ന് കോൾ ചെയ്യുക. മാക്സിമം നിങ്ങൾ കോൾ ചെയ്തോളൂ കേട്ടോ. നമ്മൾ വാട്സപ്പ് മെസ്സേജസ് മാത്രമാകുമ്പോൾ നമുക്ക് ഒത്തിരി മെസ്സേജസ് വന്ന് കിടക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ കോൾ ചെയ്തോളൂ, നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അപ്പോൾ കോൾ ചെയ്തോളുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞോളുക. ഈ കാണിക്കുന്ന എല്ലാ അഡീനിയംസാണ്, എല്ലാം ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. ഇതുവരെ നിങ്ങൾക്ക് എങ്ങും കിട്ടാത്ത രീതിയിലുള്ള നല്ല മനോഹരമായ ഫ്ലവേഴ്സാണ്. പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ പ്ലാൻസൊക്കെ നമ്മൾ ആദ്യം കാണിച്ചിരുന്നു, നമുക്കൊരു അഡീനിയത്തിൻ്റെ പ്ലാൻസ് എങ്ങനെയായിരിക്കുമെന്ന്. അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസൊക്കെ ഓർഡർ ചെയ്തോളുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 363 എന്ന നമ്പറുള്ള പ്ലാന്റിനും പിന്നെ 400 മുതൽ അങ്ങോട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും 175 രൂപയാണ്. അത് നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ബാക്കി അതിന് താഴെയുള്ള നമ്പറുള്ള എല്ലാവർക്കും 125 രൂപ മാത്രമേ നമുക്ക് പ്രൈസ് പറയുന്നുള്ളൂ. ഈ കാണുന്നതെല്ലാം നമ്മുടെ 125 രൂപയുടെ വെറൈറ്റീസാണ്. പിന്നെ ഇതിനെല്ലാം ശേഷം നമ്മുടെ ബോഗൻവില്ല വെറൈറ്റീസിൻ്റെ കളക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോഗൻവില്ല കാണുന്നവരൊന്ന് ശ്രദ്ധിച്ചേക്കുക. ബോഗൻവില്ല ഇതുവരെ നമ്മൾ സെയിൽ നടന്നുകൊണ്ടിരുന്നതെല്ലാം നമ്മൾ ഈ 10-ാം തീയതിയോടുകൂടി നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. 10-ാം തീയതിയോടുകൂടി നമ്മൾ അയക്കാനുള്ള മുഴുവൻ പേർക്കും ഇതുവരെ നടന്ന മുഴുവൻ സെയിലും ക്ലോസ് ചെയ്തിരിക്കും. അതിനുശേഷം നമ്മുടെ അഡീനിയോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ അയച്ചിരിക്കും. പക്ഷേ ആ 10-ാം തീയതിക്ക് ശേഷം മാത്രമേ നമ്മൾ ഇനി ബോഗൻവില്ലാസ് കൊടുത്തു തുടങ്ങുകയുള്ളൂ. അതുവരെ നമ്മൾ അഡീനിയംസ് ആയിരിക്കും അയക്കുന്നത്. അതിനുശേഷവും അഡീനിയം ഓർഡർ തരുന്നവർക്ക് നമ്മൾ അയക്കും. പക്ഷേ ബോഗൻവില്ല ഈ 10-ാം തീയതിക്ക് മുന്നേ നമ്മൾ ഡിസ്പാച്ച് ചെയ്യത്തില്ല. കാരണം നമുക്ക് ഇതുവരെ കിട്ടിയ ബോഗൻവില്ലയുടെ മുഴുവൻ സ്റ്റോക്ക് നമ്മൾ കൊടുത്ത് തീർത്തിട്ടില്ല. അതിൻ്റെ എല്ലാ മെസ്സേജസ് നമുക്ക് ഇനിയും കിടപ്പുണ്ട്, കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ. അതുകൊണ്ട് അത് 10-ാം തീയതിക്ക് തീർത്തിട്ടേ ഇനി നമ്മൾ പുതിയതായിട്ട് നമ്മൾ ബോഗൻവില്ലാസ് അയക്കുകയുള്ളൂ. നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. നമ്മൾ 10-ാം തീയതിക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് അയക്കുകയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബോഗൻവില്ല പ്ലാന്റ്സിനകത്ത് ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ കൊടുത്തിരുന്നത് കൂടാതെ കുറച്ച് പുതിയ വെറൈറ്റി ബോഗൻവില്ലാസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചോളൂ. അപ്പോൾ അത് റോഡിലോട്ട് ഇറങ്ങിയ എല്ലാ വീടിൻ്റെയും വാതിലിൽ ബോഗൻവില്ലാസ് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ലേ, കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങി വെച്ചിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിലെ ബോഗൻവില്ലയും ഇതുപോലെ തന്നെ പൂത്ത് നിന്നേനേലോ, അല്ലെങ്കിൽ ഇത്രയും തന്നെ ഫ്ലവേഴ്സ് ഇട്ട് വലിയ ബോഗൻവില്ല പ്ലാന്റ്സ് ആയിട്ട് നിന്നേനെ, അല്ലെങ്കിൽ നിറയെ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ആയിട്ട് നിന്നേനേലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ. അതുപോലെ മറ്റു പല ഫ്ലവേഴ്സ് കാണുമ്പോഴും ഇപ്പോഴത്തെ സീസണിൽ ഒരുപാട് ഫ്ലവേഴ്സ് വിടരുന്ന സീസണാണ്. അഡീനിയം ആണെന്നുണ്ടെങ്കിലും എത്രയോ നാളുകളായിട്ട് വിടരാതിരുന്ന അഡീനിയം ചെടികൾ പോലും ഇപ്പോൾ വിടരുന്നതായിട്ട്, ഈ സീസണിൽ വിടരുന്നതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സീസൺ എല്ലാ ഫ്ലവേഴ്സും ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന, നന്നായി പരിപാലിച്ചാൽ എല്ലാ ചെടികളും പൂക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളുടെ ഈ സീസൺ ആകുമ്പോഴേക്കും നമ്മുടെ വീട് നിറയെ പ്ലാന്റ്സ് ആവട്ടെ, നിറയെ പ്ലാന്റ്സ് ആവുന്ന രീതിയിൽ വീട് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്ലാന്റ്സും നമുക്ക് ഓർഡർ തന്നോളുക. ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്തോളുക. ഉറപ്പായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ മറുപടി തരുന്നതായിരിക്കും. ഇത് 363 ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ വെറൈറ്റി 175 രൂപയുടെ. അതിൻ്റെ ഇലകൾക്കൊരു ചെറിയ പ്രത്യേകതയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ബാക്കിയുള്ള 399 താഴെയുള്ള എല്ലാ പ്ലാന്റ്സിനും 125 രൂപയാണ്. 400 മുതൽ മുകളിലോട്ടുള്ള പ്ലാന്റ്സെല്ലാം 175 രൂപയുമാണ്. അപ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കാതെ വേഗം ഓർഡർ തന്നോളൂ. സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയിട്ട് പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല കേട്ടോ, വേഗം ആവട്ടെ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കാണിക്കാനുള്ളത് നമ്മുടെ ബോഗൻവില്ലാസിൻ്റെ കളക്ഷൻസ് ആണ്. ദേ നോക്കിക്കേ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പുതിയ കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്.
ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന അതേ നമ്പറിലേക്ക് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് തരാനുള്ള ഓർഡർ നമുക്ക് അങ്ങനെ തന്നാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ പേരും ആ വെറൈറ്റിയുടെ പേരും അതിൻ്റെ വിലയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മളോടൊന്ന് പറയുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. പിന്നെ ഈ പ്ലാന്റ് വാങ്ങിക്കുന്നവർ അത് നടുന്നത് എങ്ങനെയാണെന്ന് കൂടി നമ്മളോടൊന്ന് ചോദിക്കണേ. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ പറഞ്ഞു തരാം. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ മണ്ണെല്ലാം ഇളക്കി കളഞ്ഞിട്ട് നട്ടാൽ അത് ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നമ്മളോട് എങ്ങനെ വേണം പ്ലാന്റ്സ് നടാനെന്നും കൂടി ഒന്ന് ചോദിച്ചിട്ട് വേണേ. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ചെടി അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ നമ്മളുടെ പ്ലാന്റ്സ് മോശമായി പോകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് റീഫണ്ട് ചെയ്യും, അതുപോലെ പ്ലാന്റ്സ് പകരം അവർക്ക് കൊടുക്കും എന്നൊക്കെ നമ്മൾ വാക്ക് പറഞ്ഞിരുന്നു. അത് നമ്മൾ ചെയ്യുന്നുമുണ്ട്. നമ്മളുടെ കമൻസിനകത്തെല്ലാം അങ്ങനെ കിട്ടിയവർ കുറേ പേരൊക്കെ വന്നെങ്കിലും റിപ്ലൈ തരുന്നുമുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതിന് നമ്മളോട് ഒരുപാട് താങ്ക്സ് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലരൊക്കെ ഇത് മുതലെടുക്കുകയാണോ അതോ ഇനി ശരിക്കും പറ്റിപ്പോകുന്നതാണോ നമുക്കറിയത്തില്ല. പ്ലാന്റ് വാങ്ങി ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളോട് പറയുന്നുണ്ട്, പ്ലാന്റിന് ഇങ്ങനെ എന്തെങ്കിലും പറ്റിയെന്നൊക്കെ. അപ്പം നമ്മൾ എങ്ങനെ അത് കോപ്പപ്പ് ചെയ്യും, എങ്ങനെ നമ്മൾ വിശ്വസിക്കും അത്? അതുകൊണ്ട് നിങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെയുള്ള നിങ്ങളുടെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വേണം ഈ അൺബോക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് ആ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്ന പ്ലാന്റിൽ എന്തെങ്കിലും മോശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളതിന് റീഫണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം പ്ലാന്റോ തരുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ഓർത്തോണേ. അല്ലാതെ പ്ലാന്റ് വാങ്ങി 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാന്റ് ഇതേ ശരിക്കും അങ്ങോട്ട് ശരിയായില്ല, അല്ലെങ്കിൽ ഇതേ ഇപ്പോൾ ഒന്ന് വാടിപ്പോയി എന്നൊക്കെ പറയുന്നത് അത് പരിപാലനത്തിൻ്റെ പ്രശ്നമാണ്. അതിനെപ്പറ്റി ഉറപ്പായും നമ്മൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും കാര്യങ്ങൾ, നമ്മളോട് ചോദിക്കുക. അപ്പോൾ എല്ലാവരുടെയും കോപ്പറേഷനോടുകൂടി, എല്ലാവരുടെയും ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ കാണും. താങ്ക്